നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള എ.പി. അനിൽകുമാർ നമുക്കൊപ്പമുണ്ട്. അൻവറുമായുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ നിർണായക ഘടകമായി മാറിയ ഒരാളായിരുന്നു. അൻവർ പല കാര്യങ്ങളും പറഞ്ഞിരുന്നതും അനിൽകുമാറിനോട് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ സംസാരിക്കാം. ഈ അൻവറിൻ്റെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അൻവറിൻ്റെ കാര്യത്തിൽ ഈ തീരുമാനം എടുക്കേണ്ട അൻവറാണ്. അപ്പോൾ അൻവർ എന്ത് തീരുമാനിക്കുന്നു അതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അവിടേക്ക് എത്തി രാത്രിയിൽ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി. അനൗചിത്യമായി പോയി അല്ല, അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. തീർത്തും വ്യക്തിപരമാണ്, രാഷ്ട്രീയമായ ഉദ്ദേശമില്ല, ആരും നിർദ്ദേശിച്ചിട്ടല്ല. അദ്ദേഹം സ്വയം പോയി കണ്ടതാണ്. ഞാനതിനെ വേറൊരു തലത്തിലേക്ക് അത് പറയുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു കാര്യവുമില്ലായിരുന്നു, ഒരാവശ്യവുമില്ലാത്തൊരു കൂടിക്കാഴ്ചയായിരുന്നു, ഞാനും അവനെ വിളിക്കും ശാസിക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാനും കേട്ടു പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനും കേട്ടു. ഇത് ഇങ്ങനെ UDF-നെ പ്രതിസന്ധിയിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളുമായി ഒരു കൂടിക്കാഴ്ചയൊക്കെ ഇനി അങ്ങനെ ഉണ്ടാകുമോ? ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് ഒരു അനുനയ നീക്കമൊക്കെ ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് അൻവറിൻ്റെ കാര്യത്തിൽ അൻവർ തീരുമാനം എടുക്കണം. UDF-ന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങോട്ട് വരണോ വേണ്ടേ തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്. A.P. അനിൽകുമാറാണ് ഈ തുടക്കം മുതൽ. അൻവർ പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ A.P. അനിൽകുമാറിനെ കണ്ടിരുന്നു, ഞാൻ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങളിൽ A.P. അനിൽകുമാറായിരുന്നു അൻവറിൻ്റെ ഒരു ഫസ്റ്റ് കണക്ഷൻ എന്നുള്ള നിലയ്ക്ക് അൻവർ പറഞ്ഞിരുന്നത്. തുടക്കം മുതൽ ചർച്ച നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഒരു ധാരണയിലേക്ക് എത്താൻ പറ്റാത്തത്? ഇല്ല, അൻവർ അങ്ങനെ പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഞാനിതിനിടയിൽ ആകെ ഒരു തവണയാണ് അൻവറുമായി നേരിട്ട് കണ്ടിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് അന്ന് രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നതിനപ്പുറം ഞാൻ അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളല്ല. അന്ന് അതും പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുക എന്നല്ലാതെ മറ്റൊരു കാര്യം ഞാൻ അദ്ദേഹത്തോട് ചർച്ച ചെയ്തിട്ടില്ല. അൻവർ ഇല്ലാതെ മത്സരിച്ചാലും കുഴപ്പമില്ല വിജയിക്കാം എന്നൊരു ഉറപ്പൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, എല്ലാവരുടെയും സഹകരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വേണ്ടത്. UDF-ൻ്റെ വിജയം ഉറപ്പാണ്. ആ വിജയം ഒന്നുകൂടി ഒരു നല്ല ഭൂരിപക്ഷത്തോടുള്ള വിജയമാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഉണ്ടാകുക എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. രാഹുൽ ഇന്നലെ പോയി ഒരു പിന്തുണ തേടി പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞതിന് ഇത്ര വലിയ തെറ്റായി കാണേണ്ട വല്ല കാര്യമുണ്ട്? അല്ല, ഞാൻ പറഞ്ഞ വ്യക്തിപരമാണ്. അദ്ദേഹം വളരെ ശക്തമായ നിലപാട് പിണറായിക്കെതിരെ എടുക്കുന്ന ഒരാളാണ്. ചെറുപ്പക്കാരനായ കോൺഗ്രസ് പ്രസിഡന്റാണ്. അദ്ദേഹം ചിലപ്പോൾ ആ രീതിയിൽ കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണോ, രാഷ്ട്രീയമാണോ അതല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ പിണറായിസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്ത് ചർച്ചയാണ് അദ്ദേഹം നടത്തിയതെന്ന് എനിക്കറിയില്ല.